കോട്ടയത്ത് കെട്ടിടം ഇടിഞ്ഞു വീണ് കെട്ടിടത്തിനടിയിൽപ്പെട്ട് മരിച്ച ബിന്ദുവിൻ്റെ മൃതദേഹം നാളെയാണ് സംസ്കരിക്കുക. നാളെ രാവിലെ മുട്ടിയിറയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും മൃതദേഹം ഈ വീട്ടിലേക്ക് 7 മണിയോടുകൂടി കൊണ്ടുവരും. ഇവിടെയാണ് പൊതുദർശനവും മറ്റുമൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം 11 മണിയോടുകൂടിയാണ് മൃതദേഹം സംസ്കരിക്കുക. വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകളും മറ്റും തന്നെ ഒരുക്കിയിരിക്കുന്നത്. അയ്യോ, മകള് പോയിട്ടാടി എന്റെ ബിജമ്മ, പിന്നെ ഞാൻ തൊഴുതില്ല. ഈ ആശുപത്രിയിൽ നിന്ന് ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതൻ, അതോടൊപ്പം തന്നെ മകൾ നവമി, മകൻ നവനീത് ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ വീട്ടിൽ ബിന്ദുവിൻ്റെ അമ്മ മാത്രമാണ് നിലവിൽ താമസമുള്ളത്. അമ്മയെ അല്പം മുമ്പ് അച്ഛനും മക്കളും കൂടി സമാശ്വസിപ്പിക്കുന്നതൊക്കെ കണ്ടു. നിരവധിയായ നാട്ടുകാരും അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകർ അടക്കമുള്ളവർ ഈ വീട്ടിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഈ കുടുംബത്തെ വന്ന് അവർ സമാശ്വസിപ്പിച്ച് മടങ്ങുകയാണ്. കടയുടെ അടുത്താണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഇന്നും ഒരുമിച്ച് കാണണവരാണ്. വൈകുന്നേരം വരെ ഞങ്ങൾ ഒരുമിച്ചുണ്ടാകണവരാണ് ഒരു സ്ഥലത്ത്. അത്ര ഒരു നല്ല ചേച്ചിയായിരുന്നു പുള്ളിക്കാരത്തി. ആരോടും ഒരു ഇതുമില്ലാത്തൊരു നല്ലൊരാളായിരുന്നു. ഞങ്ങളൊക്കെ ബിന്ദു അമ്മയെന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ഒരു അമ്മേനെ കൂട്ടി ഞങ്ങളെ സ്നേഹിക്കണ ഒരാളായിരുന്നു. നിലവിൽ നാട്ടുകാരും മറ്റുമൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിന്നും ഏകദേശം ഒരു 9 കിലോമീറ്റർ ദൂരെയാണ് മൃതദേഹം ഇപ്പോൾ വെക്കുന്നത്. അതിനുശേഷം രാവിലെയോടുകൂടിയായിരിക്കും ഇങ്ങോട്ടേക്ക് എത്തിക്കുക.